ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ ഒരു 3.6 കിലോവാട്ട് സോളാർ പാനൽസും അതുപോലെ തന്നെ 5 കിലോവാട്ടിന്റെ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നീട് 2 പാനലുകൾ വെക്കാവുന്ന രീതിയിൽ സ്ട്രക്ചർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം 8 പാനലുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിലവിൽ ഒരു സാധാരണ വീടിനെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ദിവസം ഒരു 15 യൂണിറ്റ് വരെയൊക്കെ വൈദ്യുതി ആവശ്യമുള്ള കേസുകളിൽ ഇത്തരത്തിൽ 6 പാനൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ മുൻപും പല വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ള 590 വാട്ട്സ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ UTL സോളാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈസ്റ്റ്മാൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറും അതുപോലെ തന്നെ 5 kWh അതായത് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് പാനൽ ആഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്റ്റോറേജ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ബാറ്ററി വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇത് ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും ഒരു കമ്പൈൻഡ് വേർഷനാണ്. മുൻപ് നമ്മൾ പല വീഡിയോകളുടെ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ വേണം, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അതായത് ബാറ്ററി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം KCBയിലേക്ക് കൊടുത്താൽ മതി എന്ന ആഗ്രഹമുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാം. പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. KCB ലൈനിൽ 1-2 ദിവസം കറണ്ട് പോയി കിടന്നാലും സിസ്റ്റം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തു പോകും. ഫുൾ ടൈം പവർ ബാക്കപ്പ് നമ്മുടെ വീട്ടിലെ ഫുൾ എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാം. അതായത് സാധാരണ ഒരു ഓൺ ഗ്രിഡോ അല്ലെങ്കിൽ ചെറിയ ഓഫ് ഗ്രിഡ് ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 100% വരെയൊക്കെ ടോട്ടൽ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ കിട്ടുന്ന കൺവീനിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ ഒരു മൾട്ടി സ്പൈക്ക് ഫുൾ SS ലൈറ്റ്നിങ് അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് സാധാരണ ചെയ്യുന്നത് തന്നെ ചൂടൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ 8 പാനലുകൾ കൊടുക്കത്തക്ക രീതിയിൽ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ നല്ല പേരുള്ള ഒരു ആവറേജ് ദിവസം 12 മുതൽ 16 യൂണിറ്റ് വരെ ഈ സിസ്റ്റത്തിൽ നിന്ന് വൈദ്യുതി പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. കിലോവാട്ടിന് 4 യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് കാണുന്ന വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിസ്റ്റത്തിന്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ഇന്റർഫേസ് കൊടുത്തിരിക്കുന്നതാണ്. മുൻപ് നമ്മൾ പല വീഡിയോകളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോളാർ പാനൽ, ബാറ്ററി, ഗ്രിഡ്, അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള പവർ സപ്ലൈ, ഇതാണ് അതിൽ കാണിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫോണിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു AC DB കൊടുത്തിട്ടുണ്ട്. ഗ്രിഡ് സൈഡ്, PCU സൈഡ്, ലോഡ് സൈഡ് എല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇൻവെർട്ടർ പെട്ടെന്ന് ഫോൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി KCBയിലേക്ക് മാറുകയും ബാറ്ററി ലോ ആയ ഷട്ട് ഡൗൺ ആവുന്ന സമയത്തൊക്കെ മാറാനായിട്ടൊക്കെയുള്ള സൗകര്യത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പല വർക്കുകളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് വാൾമൗണ്ട് ബാറ്ററി പാക്ക് ആണ്. 5 യൂണിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 5 kWh സ്റ്റോറേജ് വരുന്ന 51.2 വോൾട്ട് 100 AH ബാറ്ററി പാക്ക് ആണ്. 5 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെയിലി ഇവിടെ നമ്മൾ 3.5 കിലോവാട്ടാണ് പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. 15 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. അതിൽ 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യാം. ബാക്കിയുള്ള വീട്ടിൽ ഉപയോഗിച്ച് വീണ്ടും എക്സ്ട്രാ ആണെങ്കിൽ അത് KCBക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സിംഗിൾ ബാറ്ററി പാക്ക്, ഡബിൾ ബാറ്ററി പാക്ക്, 3 ബാറ്ററി പാക്കൊക്കെ വെച്ചിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തതും അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് കൂടുതൽ അറിയേണ്ടവർക്ക് പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളാർ പാനലിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പവർ നമുക്കിവിടെ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് എന്ന് കാണുന്നുണ്ട്. KCB സപ്ലൈ കൊടുത്തിട്ടില്ല. വീട്ടിൽ നിലവിൽ ലോഡിലേക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വോൾട്ടേജ് കാണിക്കുന്നതാണ് 232 വോൾട്ട് കാണിക്കുന്നുണ്ട്. പവർ 0 ആണ്, കാരണം നമ്മൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. ബാറ്ററി ചാർജ്ഡ് ആണ്. ഇപ്പോൾ ബാറ്ററി ചാർജിങ് ആംബിയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയ ശേഷം ഡിസ്പ്ലേകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നതാണ്. വീടിൻ്റെ ഒരു ഒതുങ്ങിയ ഭാഗത്ത് അതിനുവേണ്ടി തന്നെ ഒരു ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് ഇത് ലോക്ക് ചെയ്തൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതിൽ ഭാവിയിലേക്ക് വീണ്ടും ഒരു ബാറ്ററി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പാനൽ നമുക്ക് ഏകദേശം 11 പാനൽ വരെയൊക്കെ ആഡ് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ പവർ കൺസപ്ഷൻ കൂടുകയോ ഭാവിയിൽ KCBയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ബാറ്ററി കൂടുതൽ ആഡ് ചെയ്ത് മാക്സിമം നമ്മുടെ സ്റ്റോറേജ് കൂട്ടി വീട്ടിലെ ഉപയോഗം തന്നെയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. നമുക്ക് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റിയെ പറ്റിയൊക്കെ മുമ്പ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നമുക്ക് 5000 വാട്ട്സ് കണ്ടിന്യൂസ് ലോഡ് കണക്ട് ചെയ്യാം, പാനലും ബാറ്ററി അവൈലബിൾ ആണെങ്കിൽ. ഇനി അതുപോലെ തന്നെ പീക്ക് ലോഡൊക്കെ 7500 വാട്ട് വരെയൊക്കെ സർജ് ലോഡ് കപ്പാസിറ്റി ഒക്കെ ഇതിനുള്ളതാണ്. 10000 വാട്ട് വരെയൊക്കെ 10 സെക്കൻഡ് നേരത്തേക്ക് സർജ് ലോഡൊക്കെ ഇത് പിടിച്ചോളും. ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഓൾമോസ്റ്റ് എല്ലാ ലോഡുകളും ഫുൾ ടൈം ബാക്കപ്പിൽ ഉപയോഗിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ടെക്നിക്കൽ സൈഡൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
JK സോളാറിന്റെ ഒരു ലൈവ് ഷോറൂം ചേർപ്പുങ്കൽ കോട്ടയം ജില്ലയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് അറിയാനായിട്ട് ഒരു 48 വോൾട്ട് 5 kV വരെയുള്ള സിസ്റ്റങ്ങളൊക്കെ ലൈവ് ഡിസ്പ്ലേ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആക്സസറീസ്, ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ സോളാർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് സോളാറിന്റെ എല്ലാ ആക്സസറീസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഷോറൂം സമയം കിട്ടുമ്പോൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 വർഷമായിട്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ളത് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ഏകദേശം 5 ജില്ലകളിലാണ് അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.